أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഇൻസാനിലെ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ തവീല എന്ന് പറഞ്ഞിട്ട്, അതായത് രാത്രി വമിനൽ ലൈലി, രാത്രിയിൽ നിന്ന് കുറച്ച് നേരം എന്താക്കണം, ഫസ്ജുദ് ലഹു, അവന് നിങ്ങൾ സുജൂദ് ചെയ്യുക. ആർക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങളുടെ റബ്ബിന്. കാരണം തൊട്ട് മുമ്പത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വദ്കുറു ഇസ്മ റബ്ബിക, നിന്റെ റബ്ബിൻ്റെ ദിക്ർ ചെയ്യുക രാവിലെയും വൈകുന്നേരങ്ങളിൽ. എന്നിട്ട് രാത്രിയുടെ സമയത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അവന് സുജൂദ് ചെയ്യണം. ഫസ്ജുദ് ലഹു, അതൊരു കമാൻഡാണ്. അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ്. വൺ ഓഫ് ദ മോസ്റ്റ് നോബിളസ്റ്റ്, ദ ബ്യൂട്ടിഫുൾ ആക്ട് ഓഫ് വർഷിപ്പ് യു ക്യാൻ ഡു ഈസ് പുട്ട് യുവർ ഹെഡ് ഡൗൺ ടു ദ earth, submitting yourself to completely surrendering ourselves. അള്ളാഹുവിനോട് സറണ്ടർ ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് സുജൂദ്. എന്നിട്ട് പറയാം സുബ്ഹാന റബ്ബിൽ അഅല. സുബ്ഹാന, എത്ര പരിശുദ്ധനാണ്, അത്യുന്നതങ്ങളിലുള്ള അള്ളാഹു എത്ര പരിശുദ്ധനാണ്, സുബ്ഹാന അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഫസ്ജുദ് ലഹു. അപ്പോൾ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നത് ഇത് രാത്രി നമസ്കാരത്തിനാണ് റെഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ്, മഗ്രിബ് ഇശ അങ്ങനെ. പിന്നെ വസബ്ബിഹു, അള്ളാഹുവിൻ്റെ തസ്ബീഹ് ചെയ്യുക, ലൈലൻ ത്വീല, രാത്രിയുടെ കുറേ ലോങ് പാർട്ട് ഓഫ് ദ നൈറ്റിൽ നിന്ന്. അപ്പോൾ ഇതിന് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണുന്നത് തഹജ്ജുദ് നിസ്കാരത്തിനാണ് റെഫർ ചെയ്യുന്നതെന്നാണ്. പക്ഷേ ഇതിൽ വാക്കാൽ പറയുന്നത് സുജൂദും തസ്ബീഹും നിങ്ങൾ രാത്രികളിൽ ചെയ്യാന്നുള്ളതാണ്. ഈ ഈ തസ്ബീഹ് എന്നുള്ളതിന് ഇപ്പോൾ സൂറത്ത് തഗാബുനിൽ എടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിലായി തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു പറയുന്നത്, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഈ ആകാശ ലോകങ്ങൾ, അത് എത്ര നമ്മൾ കണ്ടതും അറിഞ്ഞതും അറിയാത്തതും കാണാത്തതുമായ എല്ലാ ലോകങ്ങളുണ്ട്, സമാവാത്തുകൾ. ആ സമാവാത്തുകളുള്ളതും വമാ ഫിൽ അർദി, ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ, വമാ ഫിൽ അർദി, എന്തൊക്കെ സംഭവങ്ങൾ ഭൂമിയിലുണ്ടോ അതൊക്കെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. യുസബ്ബി എന്ന് പറഞ്ഞിട്ട് ഫിഅൽ മുദാരിയാണിത്, പ്രസന്റ് ടെൻസിലാണ് അള്ളാഹ് പറയുന്നത്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും തസ്ബീഹ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് ചുറ്റും കാണുന്ന എല്ലാ ചരാചരങ്ങളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേൾക്കുന്നില്ല, അതൊരു റൈബിൻ്റെ ലോകമാണ്, നമ്മൾ കാണാതൊരു ലോകമാണ്. ആ ലോകത്ത് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ പെട്ട ഒരു സംഭവമാണ് അള്ളാഹുവിന് തസ്ബീഹ്. എല്ലാം നമുക്ക് ചുറ്റും, നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ചുറ്റും എന്തൊക്കെയുണ്ട് അതിനൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക, ഇതൊക്കെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി നമ്മളും തസ്ബീഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ തൊട്ടത് പറയാം. ഈ ആയത്തിൻ്റെ രണ്ടാമത്തെ പാട്ട് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്, അവനാണ് രാജാധികാരൻ, മുൽക്ക് അവനാണ്, ആധിപത്യം. പിന്നെ വലഹുൽ ഹംദ്, എല്ലാ പ്രൈസും എല്ലാ സ്തുതിയും അവനാണ്. ഗ്രാറ്റിറ്റ്യൂഡും പ്രൈസും ഹംദ് അതാണല്ലോ, പ്രൈസും പിന്നെ എന്താ പറയുക ഗ്രാറ്റിറ്റ്യൂഡും കൂടിയിട്ടുള്ളതാണ് ഹംദ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അർത്ഥത്തിൽ പറയുന്നത് വഹുവ അല കുല്ലി ഷൈഇൻ ഖദീർ, അവനാണെങ്കിലോ എല്ലാ കാര്യത്തിനും പ്രാപ്തനാണ്. അല കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാം. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ നിസ്സഹായത എന്നല്ല പറയുന്നത്, ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു ആണ് നമ്മുടെ റബ്ബ്. ആ റബ്ബാണെങ്കിൽ വഹുവ അല കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും പൂർണ്ണമായിട്ട് പ്രാപ്തനായ, അല്ലെങ്കിൽ ചെയ്യാൻ കഴിവുള്ള, ഖദീറായ, അൽ ഖദീറാണ് നമ്മുടെ റബ്ബ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് തിരിയുക, അള്ളാഹുവിലേക്ക് തിരിയുക, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവുക, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് മാത്രം അഭയം ചോദിച്ചുകൊണ്ടും, അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിച്ചുകൊണ്ടും നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് പേടിക്കാനോ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിയുമില്ല, സങ്കടപ്പെടാനുമില്ല. കാരണം അവർ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഖദീറായ അള്ളാഹു സുബ്ഹാനഹു തആലയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഇതിൽ പറയുന്നത്, നിങ്ങൾ സബ്ർ എടുക്കുക. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ സബ്ർ എടുക്കുക. അതുപോലെ തന്നെ ഈ പാപം ചെയ്യുന്നവരും പിന്നെ കാഫിറുകളായ കുഫർ ചെയ്യുന്നവരൊന്നും അവരെ ഫോളോ ആക്കണ്ട, അതിന് പകരം ദിക്ർ ചെയ്യുക. വദ്കുറു ഇസ്മ റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് രാത്രികളിൽ നിസ്കരിക്കുക, തസ്ബീഹ് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ആക്കി തീർക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.